സദ്ധർമ്മ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തി നമുക്ക് വേണ്ടുന്ന സകലതും ഒരുക്കി തന്നുകൊണ്ട് ആത്യന്തികമായി നമ്മളെ ഇതിൽ നിന്നും മോചിപ്പിക്കുന്ന ഏത് വ്യവസ്ഥയാണോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നത്. ഇത്രയെങ്കിലും മനസ്സിലായോ? ധർമ്മ സംരക്ഷണമാണ് ഭഗവാൻ അവതാരങ്ങളൊക്കെ തന്നെയും എടുത്തിരിക്കുന്നത്. ഓരോ അവതാരത്തെയും നമ്മളവിടെ നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ അവതാരങ്ങളൊക്കെ തന്നെയും പ്രപഞ്ചത്തില് എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി ഉണ്ടാകുന്നുവോ, അപ്പം അധർമ്മത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈശ്വരൻ മനുഷ്യരൂപേണ, കലിയുഗത്തിൽ അങ്ങനെയാണ് വരിക, ഭഗവാൻ അവതരിക്കും. അങ്ങനെയുള്ള അനവധി അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. മഹാവിഷ്ണുവിന് എന്തുകൊണ്ട് ഇത്രയും അധികം അവതാരങ്ങൾ വന്നു എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കാര്യം അദ്ദേഹം സ്ഥിതി പരിപാലകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും അവതാരം വരുന്നത്. അപ്പം പരശുരാമസ്വാമിയുടെ അവതാരമാണ് ഇന്ന് ഞാൻ പറഞ്ഞു. 24 അവതാരങ്ങൾ ഭാഗവത്തിൽ പറയുന്നു. ഹയഗ്രീവ അവതാരവും ഹംസാവതാരവും ഒഴിച്ചാൽ 22 എണ്ണം. അതില് 16ാമത്തെ അവതാരമായിട്ടാണ് അവതാരേ ഷോഡശമേ പറഞ്ഞാൽ 16ാമത്തേത്. പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്ത കൃത്വഃ. 21 വട്ടം കുപിതോ നിക്ഷത്രാവകരോന്മഹി. ക്ഷത്രിയന്മാര് ദുഷിക്കാൻ തുടങ്ങിയപ്പോൾ, ക്ഷാത്രധർമ്മം അതിന്റെ വ്യവസ്ഥയിൽ നിന്നും അധപ്പതിച്ചപ്പോൾ ക്ഷത്രിയന്മാരെ മൂലച്ഛേദനം ചെയ്യുന്നതിനായിക്കൊണ്ട് ഭഗവാൻ 16ാമതായിട്ട് ആരായിട്ട് വന്നു? ഭാർഗവരാമനായി. 3 രാമന്മാരെ നമുക്ക് ഭാഗവത്തിൽ കാണാൻ സാധിക്കും. പരശുരാമസ്വാമി, ശ്രീരാമസ്വാമി, ബലരാമസ്വാമി, 3 രാമന്മാരാണ്. ഇത് 3 ത്രിവിധ ശാന്തിയെ പ്രതിദാനം ചെയ്യുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മൾ 3 പ്രാവശ്യം ഓം ഏത് മന്ത്രം ജപിച്ചാലും സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി ശാന്തി ശാന്തി. 3 പ്രാവശ്യം നമ്മൾ ശാന്തി മന്ത്രം ഉച്ചരിക്കാറുണ്ട്. ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ ത്രിവിധ ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് ഈ 3 പ്രാവശ്യം ശാന്തി ചൊല്ലുന്നതിൻ്റെ താല്പര്യം എന്ന് പറയും. അതിൽ ആദിഭൗതികമായ തടസ്സങ്ങളെ നിരാകരിക്കുന്നതാണ് പരശുരാമന്റെ അവതാരം. ഭൗതികമായ പുറത്ത് നമുക്ക് അധ്യാത്മയാത്രയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനായിക്കൊണ്ട് പരശുരാമസ്വാമി അവതാരം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ത്രിവിധ ശാന്തിയുടെ പ്രതീകമായിട്ടാണ് ശാസ്ത്രീയമായി 3 രാമന്മാരെ ഭാഗവത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിപ്പിക്കുന്നത്. അതിൽ പരശുരാമൻ ആദിഭൗതിക ശാന്തിയെ
പ്രതിനിധാനം ചെയ്യുന്നു. അത്രയെങ്കിലും മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ് ഈ അവതാരങ്ങളൊക്കെ നടക്കുന്നത് എന്നെങ്കിലും അറിയുക. ഭഗവാൻ അവതരിക്കുന്നു. ഇപ്പം അഷ്ടവിരോഹിണി വരികയാണ്. ഈ ഭഗവാൻ അവതരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഭഗവാൻ അവതാരം നടക്കേണ്ടുന്നത്. ഹൃദയ കുഹരമധ്യേ ഭഗവാൻ രമണ മഹർഷി ഇപ്രകാരം പറഞ്ഞതാണ്: കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇത് സാക്ഷാത് ആത്മരൂപേണ ഭാവി. സാക്ഷാത്തായിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കുന്നത്? ഞാൻ 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 എന്ന സ്പന്ദന രൂപത്തിലാണ്. ഭഗവാന്റെ ആദ്യത്തെ അവതാരമാണ്. ഭഗവാൻ നമ്മിൽ അവതരിച്ചത് ഞാൻ എന്നുള്ള ജീവബോധത്തിലാണ്, ജീവബോധ രൂപത്തിലാണ്. നമ്മളെല്ലാവരും ഞാൻ, രാവിലെ ഉണർന്നെണീറ്റാൽ ഞാൻ, ഇതാണ് നമ്മളെപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്ന സ്പന്ദനമാണ്. അപ്പൊ അതാണ് ജീവഭാവം എന്നൊക്കെ പറയും. അപ്പൊ അതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം. ലളിതാ സഹസ്രനാമത്തിൽ ഇപ്രകാരം പറയും: ചിദഗ്നികുണ്ഠ സംഭൂതായേ നമഃ. ചിത്താകുന്ന അഗ്നികുണ്ഠത്തിൽ സംഭൂതയായവളാണ് അമ്മ. നമ്മുടെ ലളിതാ സഹസ്രനാമം ജപിച്ചങ്ങ് പോകുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. ചിത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബോധത്തെയാണ്. ബോധം, അതിനെയാണ് ചിത്ത എന്ന് പറയുന്നത്, ബ്രഹ്മം. അതിലാണ് അമ്മ ആവിർഭവിക്കുന്നത്. എങ്ങനെയാണ് ആവിർഭവിക്കുന്നത്? മനസ്ത്വം വ്യോമസ്ത്വം. ആദ്യം മനസ്സുണർന്നു കഴിഞ്ഞാണ് ആകാശം പോലും ഉണ്ടാകുന്നത്. മനസ്സുണർന്നില്ലെങ്കിൽ ആകാശമൊന്നുമില്ല. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഈ ആകാശം പോലും ആദ്യം ഉണ്ടായത് മനസ്സാണ്. അപ്പൊ മനസ്സിന്റെ രൂപത്തിൽ ആദ്യം പൊന്തുന്ന വിചാരം, അതാണ് ചിത്താകുന്ന അഗ്നികുണ്ഠത്തിൽ സംഭൂതയായവൾ. അത് ദേവി ശാക്തേയമായി പറയുമ്പോൾ അമ്മയാണ്, ശ്രീ ഭഗവതിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലെ മനസ്സ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആരാണ്? ലളിതാ പരമേശ്വരി തന്നെയാണ്. ലളിതാ സഹസ്രനാമം അവസാനിപ്പിക്കുന്നത് ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ. തുടങ്ങുന്നത് അമ്മേ ഒരു വിളിയാണ്. ശ്രീമാത്രേ നമഃ. അമ്മേനെ വിളിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു കുട്ടിക്ക് അമ്മയുടെ ധർമ്മം എന്ന് പറയുന്നത് യദേഹ ക്ഷുദിതാകാല മകരം പര്യുപാസതേ. വിശക്കുമ്പോൾ അമ്മേനാണ് വിളിക്കുക. അമ്മയടുത്ത് എന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ. അമ്മ മകനെ അച്ഛൻ്റെ അടുത്തെത്തിക്കും. അതാണ് ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ. ലളിതാ സഹസ്രനാമം അവസാനിക്കുന്നത് ശക്തി ശിവനിൽ ലയിച്ചില്ലാതാകണം എന്നാണ് പറയുന്നത്. രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല. ആ ശിവന്റെയും ശക്തിയുടെയും സമന്വയമാണ് പ്രപഞ്ചത്തിന്റെ ലീല എന്ന് പറയും. അതുകൊണ്ട് രണ്ടും രണ്ടാണെന്ന് ധരിക്കരുത്. ശിവൻ തന്നെയാണ് ശക്തിയായി മാറുന്നത്. അല്ല ശിവൻ വേറെ ശക്തി വേറെ എന്നൊന്നും ധരിച്ചു കളയും. ശിവനെ ശക്തിയെയും രണ്ടായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ശിവൻ ആരാണെന്നും അറിയില്ല, ശക്തി ആരാണെന്നും അറിയില്ല. നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ശക്തി തന്നെയാണ് ശിവനുമായി ചേർന്ന് ശിവശക്തി ഐക്യരൂപിണ്യേ നമഃ എന്ന് പറഞ്ഞ് നമ്മൾ പൂജിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുക, ആദിഭൗതികം നമ്മുടെ അധ്യാത്മയാത്രയിൽ ഒരു പൂജകൻ പൂജയ്ക്കിരിക്കുമ്പോൾ പോലും ആദ്യം സ്വന്തം തൻ്റെ ശരീരത്തെ പൂജിക്കുമ്പോൾ ദശദിഗ്ബന്ധനമൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക കവച മന്ത്രം കൊണ്ട്, ഭഗവാന്റെ കവച മന്ത്രം കൊണ്ട്
രക്ഷിക്കുക എന്ന് പറയും. 10 ദിക്കുകളിലും ഗണപതി ഭഗവാന്റെ ഓം ശ്രീം പശുംഭൾ പറഞ്ഞ് ഇങ്ങനെ കൈ കാണിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ശിരസിന്റെ മുകളിൽ 3 പ്രാവശ്യം കൈകൊട്ട് താളത്രയം ദശദിഗ്ബന്ധനം എന്നൊക്കെ പറയും. എന്നാൽ മന്ത്രം കൊണ്ടൊരു കവചമുണ്ടാക്കി അതിനകത്തിരുന്നുകൊണ്ടാണ് പൂജകൻ പൂജ കഴിക്കുന്നത്. കാര്യം ബാഹ്യമായി നഗ്നനേത്രങ്ങൾക്ക് വിഷയമല്ലാത്ത ഭൗതികമായ തടസ്സങ്ങളൊന്നും ആ പൂജകനെ ബാധിക്കരുത്. അപ്പൊ ആദിഭൗതികമായ ആ തടസ്സങ്ങളൊക്കെ തന്നെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ പരശുരാമനായി അവതരിച്ചു എന്ന് ഭാഗവത്തിൽ പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വംശാവലി നോക്കാം. 2 രാമന്മാരുള്ളതിൽ ശ്രീരാമൻ സൂര്യവംശജാതനും പരശുരാമസ്വാമി ചന്ദ്രവംശജാതനുമാണ്. ത്രേതായുഗത്തിലൂടെ ദ്വാപരയുഗത്തിലൂടെ കലിയുഗത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ചിരഞ്ജീവിയായിട്ട് തന്നെയാണ് ഭഗവാനെ ഇന്നും വടക്കുംനാഥനിലൊരു പ്രത്യേക